സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യശോദയോടെ മുത്തശ്ശി ചോദിക്കുക, യശോദേ, നീ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന കാര്യം എന്താ? എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞേ. അന്നേരം യശോദ പറയുക, ഒന്നുമില്ലമ്മേ, ശരീരത്തിനോട് തളർച്ച, അതിൻ്റെ അസ്വസ്ഥതകൾ മാത്രമേ ഉള്ളൂ. അന്നേരം മുത്തശ്ശി പറയണേ, നീ വെറുതെ കള്ളൊന്നും പറയാൻ നിൽക്കണ്ട. നിന്റെ മനസ്സിനെ വിഷമിക്കുന്ന തരത്തിൽ ആ പെണ്ണ് എന്തോ ചെയ്തൊപ്പിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാതെ നീ അവളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കില്ല, അതെനിക്കുറപ്പാം. അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ നീ തുറന്നു പറ. ആ താലിയിട്ട് നടന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണോ? അതാണെങ്കിൽ ആ കാര്യം നമുക്ക് രണ്ടാൾക്കും അറിയാം, നമ്മളിത് പരിഹരിച്ചതുമാണല്ലോ. പിന്നെ വരൻ ഇവിടെ വന്നപ്പോൾ ആ രാധികയെ കണ്ടതാണ് പ്രശ്നമെങ്കിൽ ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ നോക്കിയാൽ പോരെ. ഇനി അവൾ അവൻ്റെ മുമ്പിലേക്ക് ചെല്ലരുതെന്ന് നമ്മൾ വിചാരിച്ചാൽ അത് നടക്കും. അവളെ രാഖി രാമായണം ഇവിടെ നടിച്ചോടിക്കാനേ എന്നെ കൊണ്ട് പറ്റും. ഈ സമയം യശോദ പറയണേ, അമ്മയെ കൊണ്ട് അങ്ങനെയൊക്കെ പറ്റുമായിരിക്കും, പക്ഷേ അതൊരു മനുഷ്യജീവിയല്ലേ, എനിക്കങ്ങനെ ഒരു ക്രൂരത കാണിക്കാനൊന്നും പറ്റില്ല. ഈ സമയം മുത്തശ്ശി പറയണേ, എൻ്റെ യശോദേ, എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം കുഞ്ഞിനേക്കാളും വലുതാവില്ലല്ലോ. സ്വന്തം മക്കളുടെ ജീവിതത്തിന് മറ്റാരെങ്കിലും കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഒരമ്മക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരിങ്ങനെയൊക്കെ പ്രതികരിക്കൂ. നേരത്തെ ഞാൻ ആ പെണ്ണിനെ എന്തെങ്കിലും പറഞ്ഞാൽ നീയാണല്ലോ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. എന്താണെങ്കിലും ഇനി നിൻ്റെ ഭാഗത്തുനിന്ന് അതുണ്ടാവില്ലല്ലോ. അതോർത്തിട്ട് ഞാൻ ഭയങ്കര സമാധാനമുണ്ട്. ആ പെണ്ണ് കാരണം എന്തോ ഒരു വിഷമം നിൻ്റെ ഉള്ളിൽ കിടന്ന് നീറുന്നുണ്ട്. നിനക്കത് എന്നോട് പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ നിന്നെ കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നീ എന്താണെങ്കിലും സമാധാനത്തോടിരിക്കും. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം യശോദയാണെങ്കിൽ വല്ലാത്ത ടെൻഷനില്ലേ, അതിനെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലം കേട്ടോ. അവിടെ പത്മിനി മുത്തശ്ശിയുടെ കാലിൽ തൈലമൊക്കെ പുരട്ടി തടവിക്കൊണ്ടിരിക്കുവാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ടായിരിക്കും ഉർവശിയും കൽപ്പനയും അങ്ങോട്ടേക്ക് എത്തുന്നത്. അന്നേരം ഉർവശി ചോദിക്കണേ, അയ്യോ അമ്മക്കിതെന്താ പറ്റിയത്? അന്നേരം പത്മിനി പറയുക, അമ്മക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, ഇതമ്മ ഇടക്കിടക്ക് കാലിലിടുന്നൊരു കുഴമ്പാണ്, അതിട്ട് ഇടക്കിടക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യും. ഈ സമയം മുത്തശ്ശി പറയണേ, അല്ലെങ്കിലും ഇവൾക്കിതൊക്കെ അന്വേഷിക്കാൻ എവിടെയാ സമയം? ഈ വീട്ടിൽ നടക്കുന്ന ഓരോ മുക്കിലും മൂലയുള്ള മറ്റു പല കാര്യങ്ങളും അന്വേഷിക്കലാണല്ലോ ഇവളുടെ പതിവ്. അന്നേരം ഉർവശി പറയണേ, എൻ്റെ അമ്മ ഇങ്ങനെ പറയരുത്, എന്നെക്കൊണ്ട് അമ്മയുടെ ഒരു കാര്യം അമ്മ തന്നെയല്ലേ ചെയ്യിക്കാത്തത്? എല്ലാം പത്മിനി ഏട്ടത്തി ചെയ്തു തരുമെന്ന് അമ്മ തന്നെയല്ലേ പറയാറുള്ളത്. എന്നെക്കൊണ്ടൊന്നും ചെയ്യിക്കത്തുമില്ല, അവസാനം കുറ്റം മുഴുവൻ പറയുകയും ചെയ്യും. അതെങ്ങനെ ഞാൻ അംഗീകരിക്കുവാണ്? ഈ സമയം കൽപ്പന പറയണേ, മുത്തശ്ശി, അമ്മേ, ഞാനൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു. വരനും പ്രിയങ്കയെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ അങ്ങോട്ടേക്ക് വിരുന്നിന് ചെന്നിട്ടില്ലല്ലോ, അതിനെക്കുറിച്ച് ചോദിക്കാനാണ് അവർ വിളിച്ചത്. അവരുടെ ആ ചോദ്യത്തിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ ബന്ധുക്കളുടെ വീട്ടിലും മറ്റുമൊക്കെ വിരുന്നിന് പോകില്ലേ? ഇവിടെ അങ്ങനത്തെ ഒരു ചടങ്ങും നടന്നിട്ടില്ല. വിരുന്നിന് പോയിട്ട് പുറത്തേക്ക് പോലും രണ്ടാളും കൂടി സന്തോഷത്തോടെ ഇതുവരെ പോയിട്ടില്ല. ഈ സമയം പത്മിനി പറയണേ, അത് പിന്നെ വീട്ടിലോരോരോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നില്ലേ, അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്നേരം ഉർവശി പറയണേ, വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ആയതുകൊണ്ടല്ല, അവർക്ക് രണ്ടാൾക്കും തമ്മിൽ ചില പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളല്ലാതെ ആരും വിശ്വസിക്കാതിരുന്നത്. ഇപ്പോൾ ബന്ധുക്കൾ പോലും ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അന്നേരം കൽപ്പന പറയണേ, എന്താണെങ്കിലും അവർ പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്നെൻ്റെ വീട്ടിലും കൂടി ഒന്ന് പോകാൻ പറയണേ. എനിക്കെൻ്റെ വീട്ടുകാർക്ക് മുമ്പിൽ മറുപടി പറഞ്ഞ് മടുത്തു. അങ്ങനെ പറഞ്ഞ് കൽപ്പനയും ഉർവശിയും അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം പത്മിനി അമ്മയോട് പറയണേ, അമ്മേ, അവർ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. ബന്ധുക്കളൊക്കെ പലരും എന്നോട് ചോദിച്ചു തുടങ്ങി, കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. എന്താ ഇപ്പോൾ അവരുടെയൊക്കെ ഒരു മറുപടി പറയുക? അന്നേരം മുത്തശ്ശി പറയണേ, പത്മിനി, നീ വിഷമിക്കണ്ട, വരനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. പ്രിയങ്കയെ കൂട്ടി അവനോട് പുറത്തൊക്കെ ഒന്ന് പോകാൻ ഞാൻ പറയാം. പിന്നെ ഉർവശിയും കൽപ്പനയും പറയുന്നൊന്നും നീ കാര്യമൊക്കെ നിൽക്കണ്ട. കുട്ടികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനും അത് വലുതാക്കി കാണിക്കാനും ആണല്ലോ രണ്ടാൾക്കും ശ്രദ്ധ. പിന്നീട് കാണിക്കുന്നത് വരുൺ എവിടെ പുറത്തു പോകാനായിട്ട് റെഡി ചെയ്ത് താഴത്തേക്ക് വരുവാണ് കേട്ടോ. ഈ സമയം ഹോളിൽ തന്നെ മുത്തശ്ശിയും അമ്മയും ഇരിക്കുന്നുണ്ടാവും. അന്നേരം മുത്തശ്ശി പറയണേ, അല്ല, നീ എങ്ങോട്ടെങ്കിലും ധൃതിക്ക് പോകാൻ നോക്കുവാണോ? അങ്ങനെയൊന്നുമില്ല, പുറത്ത് അത്യാവശ്യമായിട്ടൊന്നും പോകണം. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അമ്മ പറഞ്ഞോ, ഞാൻ ചെയ്യാം. ആ സമയം മുത്തശ്ശി പറയണേ, ഒരു കാര്യമുണ്ട്. അല്ല, നീ പുറത്ത് നിൻ്റെ ഫ്രണ്ട്സിൻ്റെ അരികിലേക്കൊക്കെ പോകുമ്പോൾ നിൻ്റെ ഫ്രണ്ട്സൊന്നും നിൻ്റെ ഭാര്യയെക്കുറിച്ചൊന്നും ചോദിക്കാറില്ലേ? ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അല്ല, അവർക്കൊക്കെ മുമ്പിലേക്ക് നീ എന്താ നിൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് പോകാത്ത? അവൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാത്തത് എന്താ? അന്നേരം വരൻ ചോദിക്കണേ, മുത്തശ്ശിക്ക് ഇപ്പം എന്താ വേണ്ടത്? ആ സമയം മുത്തശ്ശി വരണേ, നീ പ്രിയങ്കമോളെയും കൂട്ടി പുറത്തേക്കൊക്കെ ഒന്ന് പോകണം, നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലും പോകണം. അവരൊക്കെ നിന്നെ അന്വേഷിച്ചു തുടങ്ങി. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും കുട്ടി ഭർത്താവ് കുടുംബക്കാരുടെയൊക്കെ വീട്ടിൽ വിരുന്നിന് പോകുന്നൊരു ചടങ്ങൊക്കെ ഉണ്ട്. അന്നേരം വരൻ ചോദിക്കണേ, ഇപ്പം എന്താ പ്രിയങ്ക അങ്ങനെ പുറത്തു പോകണമെന്ന് വല്ലതും അമ്മയോട് പറഞ്ഞായിരുന്നോ? ഈ സമയം മുത്തശ്ശി വരണേ, പ്രിയങ്കമോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അന്നേരം വരൻ പറയണേ, പിന്നെ ഇപ്പം എന്താ പ്രശ്നം? നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ എന്തിനാണ് നോക്കുന്നത്? അവരൊക്കെ നമ്മളെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ സമയം മുത്തശ്ശി പറയണേ, എടാ, നമ്മുടെ അടുത്ത വീട്ടിലൊരു പെൺകൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ആ കൊച്ചിൻ്റെ കെട്ടിച്ചയുടെ വീട്ടിനെക്കുറിച്ചും പയ്യനെക്കുറിച്ചും ഒക്കെ സംസാരിക്കില്ലേ? അതുപോലെ നിന്നെക്കുറിച്ചും ആളുകൾ സംസാരിക്കും.
ഈ സമയം പ്രിയങ്ക താഴത്തേക്ക് വരുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി വരണേ, മോള് പോയി റെഡിയായിട്ട് വാ. എന്തിനാ മുത്തശ്ശി? മോള് ഇന്ന് വരണ്ട കൂടെ പുറത്തേക്ക് ഒന്ന് പോകണം. അല്ല മുത്തശ്ശി, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ദേ മോള് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. മോൾക്ക് താല്പര്യമില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളിങ്ങനെ ഇതുപോലെ പുറത്തൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് നടക്കുന്നത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മോള് ചെന്നേ പോയി റെഡിയായിട്ട് വാ. അങ്ങനെ പ്രിയങ്ക മുകളിലേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം വരണാണെങ്കിൽ തീരെ താല്പര്യമില്ല. പറയണേ, മുത്തശ്ശി എന്തിനാണ് ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനിങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നത്? അന്നേരം മുത്തശ്ശി വരണേ, ദേ നീ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അച്ഛനെ വിളിക്കും. എന്താ അത് വേണോ? വേണ്ട, തൽക്കാലം ഞാനിപ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് പൊക്കോളാം. പക്ഷേ ഇതുപോലെ ഇനി ഭീഷണിപ്പെടുത്താൻ പാടില്ല. എടാ, ഇത് നിങ്ങൾ രണ്ടാളും ഒന്നിച്ച് നടക്കുന്നതും ചുറ്റിയടിക്കുന്നതും ഒക്കെ കാണാനുള്ള കൊതിയുണ്ടല്ലേടാ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നാളുകളില ഇതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തോടെ ഓരോ സ്ഥലത്ത് പോവുകയും മനസ്സ് തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധത്തിൽ അതിൻ്റേതായ ഒരു കെട്ടുറപ്പൊക്കെ ഉണ്ടാവും. ഈ സമയം മുത്തശ്ശി ഇങ്ങനെ വരനോടും സംസാരിക്കുന്നതെല്ലാം അവിടെ നിന്ന് ഉർവശിയും കൽപ്പനയും കേട്ടുകൊണ്ട് നിൽക്കുമായിരിക്കും. അതൊക്കെ കേട്ടിട്ട് ഉർവശി പറയണേ, അല്ല ഇനി രണ്ടാളും ഒരുമിച്ച് പുറത്തൊക്കെ പോയിട്ട് കൂടുതൽ അടുക്കിയ വല്ലതും ചെയ്യുമോ? അതേക്കുമ്പോൾ കൽപ്പന പറയണേ, അവർ രണ്ടാളും ഒരുമിച്ച് കൂടുതൽ സമയം ചിലവഴിക്കണം. അത് തന്നെയല്ലേ നമുക്ക് വേണ്ടത്. അങ്ങനെയാവുമ്പോൾ രണ്ടാൾക്കും ഇടയിൽ തർക്കങ്ങളുണ്ടാവും. അവർ തമ്മി വഴക്കിട്ട് അവർക്കിടയിലുള്ള അകലം കൂടി വരികയേ ചെയ്യുള്ളൂ. ഇപ്പം തന്നെ അവളെ കൊണ്ട് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ വരണ്ട മാറ്റം ചെറിയമ്മയും ശ്രദ്ധിച്ചതല്ലേ. അവന് തീരെ താല്പര്യമില്ല എന്ന് മാത്രമല്ല, അവൻ്റെ മുഖത്ത് അവളോടുള്ള വെറുപ്പ് കാണായിരുന്നു. നമ്മൾ ആ വെറുപ്പിങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കണം, എന്നാലേ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും. അങ്ങനെ പറഞ്ഞ് അവരവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന യശോദേനെയാണ് കേട്ടോ. ഈ സമയം രാധിക പതിയെ അടുക്കളയിലേക്ക് വരിക. പതിയെ വാതിലൊക്കെ തട്ടി ഒച്ച ഉണ്ടാക്കുവാണ്. അതൊക്കെ യശോദ കേൾക്കുന്നുണ്ടെങ്കിലും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. ഈ സമയം അവിടെ ഇരിക്കുന്ന കപ്പിലും പാത്രത്തിലും ഒക്കെ തട്ടുകയും ചുമക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രാധിക. എന്നാൽ എന്തൊക്കെ തന്നെ ചെയ്തിട്ടും യശോദ മൈൻഡാക്കുന്നില്ല. അങ്ങനെ രാധിക നിരാശയോടെ തിരികെ റൂമിലേക്ക് പോകുവാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ പെട്ടെന്ന് മുത്തശ്ശിയുടെ കരച്ചിലേക്കുന്നത്. അയ്യോ യശോദേ, എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് അടുക്കളയിൽ നിന്ന് മുത്തശ്ശി വിളിച്ചു പറയുക. അത് കേൾക്കുന്നതും രാധിക അടുക്കളയിലേക്ക് ഓടിച്ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ കാണുന്നത് മുത്തശ്ശിയുടെ മടിയിൽ ബോധമില്ലാതെ കിടക്കുന്ന യശോദേനെ ആയിരിക്കും. ഈ സമയം രാധിക ഓടി വരിക. അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അന്നേരം മുത്തശ്ശി രാധികയെ ആട്ടിയകറ്റുവാണ് കേട്ടോ. നീ എങ്ങോട്ടാടി വരുന്നത്? നീ കാരണോ എൻ്റെ യശോദയ്ക്ക് ഈ അവസ്ഥ വന്നത്. ഇത് കൺമുമ്പിൽ നിന്ന് പൊക്കോ. ഈ സമയം യശോദ പതിയെ കണ്ണ് തുറക്കുന്നുണ്ട്. യശോദക്കാണെങ്കിൽ തീരെ വയ്യ കേട്ടോ. അന്നേരം മുത്തശ്ശി വരണേ, എന്താ യശോദയെ പറ്റിയത്? ഞാൻ ദേവനെ വിളിക്കാം, നീ ഹോസ്പിറ്റലിലൊന്ന് പോവും. ഈ സമയം രാധിക വീണ്ടും അരികിലേക്ക് വരിക. അതേ അമ്മേ, അച്ഛനെ വിളിക്കാം, ഹോസ്പിറ്റലിൽ പോകാം. അന്നേരം മുത്തശ്ശി വരണേ, നിന്നോടല്ലേ മാറി നിൽക്കാൻ പറഞ്ഞത്? മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കുക, ഞാൻ എൻ്റെ അമ്മയോടാണ് സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശിയുടെ വായടപ്പിച്ചിട്ട് രാധിക അമ്മയുടെ അരികിലിരിക്കുക. അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കും. എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലെങ്കിൽ അമ്മയുടെ മുമ്പിലേക്ക് ഞാൻ വരാതിരിക്കാം. പക്ഷെ ആദ്യം അമ്മ ഇപ്പോൾ എൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വാ. ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല എന്ന് യശോദ പറയുക. അതേക്കുമ്പോൾ രാധിക പറയണേ, അമ്മ ഇപ്പോൾ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരണം, ഇല്ലെങ്കിൽ ഞാൻ പൂജാമുറിയിൽ ഭഗവാന്റെ മുമ്പിൽ തലയിടിച്ച് ചാകും. അമ്മ അച്ഛനും തന്നതാ ഈ ജീവിതം എനിക്ക്. അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കൂടി കണ്ടുകൂടെങ്കിൽ പിന്നെ എന്തിനെനിക്ക് ഈ ജീവിതം? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. ഞാൻ അവസാനിപ്പിക്കാൻ പോകുക എൻ്റെ ജീവിതം എന്നും പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ യശോദ രാധികേനെ വിളിക്കുക. നിൽക്ക്, ഞാൻ നിൻ്റെ കൂടെ വരാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അതേക്കുമ്പോൾ രാധികയൊക്കെ സന്തോഷമാകുവാണ്. ഈ സമയം മുത്തശ്ശി വരണേ, ഇവളുടെ കൂടെ നിന്നെ വിടാൻ എനിക്ക് തീരെ ഉറപ്പില്ല യശോദേ, നമുക്ക് ദേവൻ്റെ കൂടെ പോകാം. അന്നേരം യശോദ പറയണേ, വേണ്ടമ്മേ, ഞാൻ രാധികയുടെ കൂടെ പൊക്കോളാം, വാ മോളെ എന്ന് പറഞ്ഞ് രാധികയുടെ ഒപ്പം യശോദ അവിടെ നിന്നും പോകുവാണ്ടോ. ഇതുകൊണ്ട് മുത്തശ്ശി വരണേ, ഇവൾക്കൊക്കെ ഇതെന്താണ്? എത്ര പെട്ടെന്ന് ഇവളുടെയൊക്കെ സ്വഭാവം മാറുന്നത്? എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ യശോദേനെ ഡോക്ടർ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പ്രഷർ വേരിയേഷൻ്റെ എന്തെങ്കിലും ടെൻഷനോ മറ്റോ ഉണ്ടോ? എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നത്തെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നുണ്ടോ? ഈ സ്ത്രീകളുടെ പൊതുവായിട്ടുള്ളൊരു പരിപാടിയാണ്. എന്തെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും ആലോചിച്ച് അതിനെ ഊതി വീർപ്പിച്ച് വലുതാക്കി മനസ്സിലിട്ട് കുഴപ്പിച്ചുകൊണ്ടിരിക്കും. എന്താണെങ്കിലും ഞാൻ കുറച്ച് മരുന്നൊക്കെ തരാം, ഒരാഴ്ച അതൊന്ന് കഴിച്ച് റെസ്റ്റ് എടുത്ത് നോക്ക്. അല്ല ഇതാരാ? ഇതെൻ്റെ മോള എന്ന് യശോദ പറയുവാണ് കേട്ടോ. അന്നേരം ഡോക്ടർ പറയണേ, എന്താണെങ്കിലും മനസ്സിലുള്ള ഭാരമൊക്കെ വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യും, അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കും. പിന്നെ പ്രാർത്ഥനയും മെഡിറ്റേഷനും അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് മനസ്സിലെ ഭാരം ഇറക്കി വെക്കാൻ ശ്രമിക്കണം. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുക. ഈ സമയം യശോദയുടെ അരികിൽ രാധിക വന്നിരിക്കുക. അമ്മയുടെ മനസ്സിൽ എന്താ പ്രശ്നം? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു അമ്മയോട്? എന്തുണ്ടെങ്കിലും അമ്മ എന്നോട് തുറന്നു പറ. ഈ സമയം യശോദ പറയണേ, അതൊന്നും പറയാനുള്ള സ്ഥലമല്ല ഇവിടെ, നീ വാ, നമുക്ക് വേഗം തിരികെ പോകാം. പിന്നീട് കാണിക്കുന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന വരുണിനെയും പ്രിയങ്കേനെയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക ചോദിക്കുക, വരുണെന്താ ഒന്നും മിണ്ടാത്തതും? നമ്മൾ രണ്ടുപേരും
പുറത്തുനിന്നൊക്കെ പോയി കറങ്ങാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി നമ്മളിങ്ങനെ ഒരുമിച്ച് വിട്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വരുൺ പറയണേ, നിന്നെയും കൂടി കറങ്ങാനല്ല ഞാൻ പോകുന്നത്, കൊല്ലാനാ. ഹാ, വരുൺ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും ഞാൻ വരുൺ താലി കെട്ടിയ പെണ്ണല്ലേ. അത് കേൾക്കുമ്പോൾ വരുൺ ചോദിക്കണേ, താലി കിട്ടിയതോ? ദേ, ആ കാര്യമൊന്നും നീ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. അവിടെ എന്താ നടന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഈ സമയം പ്രിയങ്ക പറയണേ, വരുണിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പെണ്ണുണ്ടല്ലോ, അവളെക്കുറിച്ച് ഉള്ള ഓർമ്മകളുള്ളത് കാരണമായിരിക്കും എന്നോട് വരുൺ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്താണെങ്കിലും ഒരു ദിവസം ആ പെണ്ണാരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അന്നത്തോടെ എൻ്റെ എല്ലാ സംശയങ്ങളും തീരും. അല്ല, നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത്? നരകത്തിലോട്ട്. അതേക്കുമ്പോൾ പ്രിയങ്ക പറയണേ, വരുൺ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ നമ്മൾ തമ്മിൽ മാന്യമായിട്ടുള്ള ഒരു കരാറുള്ളതല്ലേ. ഞാനൊന്ന് മനസ്സ് വെച്ചാണ്ടല്ലോ വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഇറങ്ങിപ്പോവാതെ ആ വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് സാമർത്ഥ്യമൊക്കെ എനിക്കുണ്ട്. അത് മറക്കണ്ട വരുൺ. അതേക്കും വരുൺ പറയണേ, ദേ, ഇനി നീ കൂടുതൽ സംസാരിച്ചാലേ ഇങ്ങനെ ഞാൻ ഈ വണ്ടീനെ ചവിട്ടി പുറത്താക്കും. അതേക്കുന്നത് പ്രിയങ്കൊക്കെ അങ്ങ് ദേഷ്യം വരുക. ഓ, അത് ശരി, അങ്ങനെ ചെയ്യുമോ? എന്നാലൊന്ന് കാണണമല്ലോ. വണ്ടി നിർത്തിക്കാൻ. വരുണിനോടല്ലേ വണ്ടി നിർത്താൻ പറഞ്ഞത്? ഈ സമയം വരുണാണെങ്കിൽ അതൊന്നും കേൾക്കാത്ത പോലെ വണ്ടി സ്പീഡിൽ ഓടിച്ചു പോകുകയുണ്ടോ. സമയം പ്രിയങ്കൊക്കെ അങ്ങ് ദേഷ്യം വരുവാണ്. പ്രിയങ്ക ആ ഒരു സ്റ്റിയറിങ്ങിലൊക്കെ പിടിച്ചിങ്ങനെ വലിക്കുവാണ്. അതിനിടയിൽ വരുണിൻ്റെ ബാലൻസ് പോയി വണ്ടി മരത്തിൽ പോയി ഇടിക്കുവാണ് കേട്ടോ. ഇടിയുടെ ആഘാതത്തിൽ വരുണിൻ്റെ പരിക്ക് പറ്റുവാണ്. പ്രിയങ്കക്ക് പ്രത്യേകിച്ചൊന്നും പറ്റുന്നില്ല. അങ്ങനെ വരുണിൻ്റെ മൂക്കിൻ്റെ ചുണ്ടിൻ്റെ അവിടെ നിന്നൊക്കെ ചോര വരുവാണ് കേട്ടോ. അങ്ങനെ അത് കാണുമ്പോൾ പ്രിയങ്ക വല്ലാതെ ടെൻഷനോട് കൂടി ഷോക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.